ശ്രീ SJR കുമാർ, അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് തുടക്കത്തിൽ ഞാൻ മറുപടി പറഞ്ഞു. പക്ഷേ എന്താണ് കുഴപ്പം? സർക്കാർ സംഗമം നടത്തിയാൽ എന്താണ് കുഴപ്പം? വിശ്വാസികൾക്ക് സൗകര്യമൊരുക്കാനായി എന്ന് തന്നെയാണ് അദ്ദേഹം മറു ചോദ്യം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ശ്രീ ജയസൂര്യനിലേക്ക് ഞാൻ അത് കഴിഞ്ഞ് എത്താം. ശ്രീ SJR കുമാർ, കേസുകളെക്കുറിച്ച് അങ്ങോട്ട് ചോദിക്കേണ്ടതുണ്ട്. അത് മറ്റൊരു അടുത്ത ഘട്ടത്തിൽ ചോദിക്കാം. അതുപോലെ തന്നെ വരാനിരിക്കുന്ന ഭക്ത സംരക്ഷണ ശബരിമല സംരക്ഷണ സംഗമത്തെക്കുറിച്ചും ചോദ്യങ്ങളും. പക്ഷേ ആദ്യം ഇതിനൊരു മറുപടി ശ്രീ SJR കുമാർ, എന്താണ് കുഴപ്പം സംസ്ഥാന സർക്കാർ ഇത് നടത്തിയ? ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞത് വ്യക്തമായിട്ട് കേൾക്കാൻ സാധിച്ചില്ല. കാരണം എനിക്കൊന്ന് ഓഡിയോയിൽ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ എന്നാലും അദ്ദേഹത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ചോദിച്ച ചില കാര്യങ്ങളുണ്ട്. ശ്രീ പ്രദീപ് പിള്ളയോട് തന്നെ അദ്ദേഹം ചോദിച്ചൊരു വിഷയമുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളിതിനെ എതിർക്കുന്നത്? അതിനുള്ള ഉത്തരം ശരിക്കും പറഞ്ഞാൽ ആരായാലും ശരി, അയ്യപ്പ സംഗമം എവിടെ നടത്തുന്നതിനും നമ്മളാരും എതിരല്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരു നല്ല കാര്യത്തിന് വേണ്ടി അയ്യപ്പ സംഗമം എന്നല്ല, ഈ നാടിന് ഗുണം ചെയ്യുന്ന ഏത് കാര്യത്തിനും ഇവിടെ ആരും തന്നെ മലയാളിയായ ഒരാളും അതല്ലെങ്കിൽ ഈശ്വരവിശ്വാസി ഒരാൾ പോലും എതിർക്കില്ല എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഇതിനെ വിമർശിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്? അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം സംശയങ്ങളാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഈ അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇതെല്ലാം നടന്നത്. 2006 കേസിനെക്കുറിച്ചും അതിൻ്റെ പെറ്റീഷനേഴ്സ് പറഞ്ഞതും അതിനകത്ത് കോൺസ്പിറസി ഉണ്ട കാര്യമൊക്കെ ഞാൻ നേരത്തെ വിശദീകരിച്ചു. അതിലേക്ക് ഞാൻ വീണ്ടും പോകുന്നില്ല. അപ്പോൾ ആ കോൺസ്പിറസി എവിടെയാണ്, എങ്ങനെയാണ്, ആരാണ് അതിൻ്റെ പിന്നിൽ എന്നൊക്കെ ഉള്ളത് വലിയ വിവാദമായ വിഷയമാണ്. അതിവിടെ ചർച്ച ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. പക്ഷേ നമ്മളിതിനെല്ലാം ആസ്പദമായി ഈ യുവതീ പ്രവേശത്തിൻ്റെ വിധി വരികയും അതുപോലെ തന്നെ തുടർന്നുണ്ടായ ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ നടപടികൾ, അതിൻ്റെ സമയത്തുണ്ടായ പ്രക്ഷോഭങ്ങൾ, ഇതെല്ലാം ഉടലെടുത്തത് ഈ പറഞ്ഞ കേസിൽ നിന്നാണ്. അപ്പോൾ ആ കേസ് തന്നെ കക്ഷികളായിട്ടുള്ള ആളുകൾ പെറ്റീഷനേഴ്സ് പറയുകയാണ് കോൺസ്പിറസി ഉണ്ടെന്നുള്ളത് ചെറിയ വിഷയമല്ല എന്ന് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്. അപ്പോൾ ആ ഒരു അടിസ്ഥാനം ഇതിൻ്റെ പിന്നിലുണ്ട്. ദാറ്റ്സ് എ ബേസിസ്. ഇനിയും ഇതിനെ നമ്മൾ വിമർശിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ ശ്രീ പ്രദീപ് പിള്ള തന്നെ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാം ഇത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു പത്രമാധ്യമങ്ങളിൽ കൂടെയും ഇപ്പോൾ കോടതിയിൽ തന്നെ പല പെറ്റീഷൻ, ഞാൻ ഉൾപ്പെടെ കൊടുത്ത പെറ്റീഷനിലൊക്കെ വളരെ വിശദീകരിച്ച് തന്നെ എന്തുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് നമ്മൾ പറയുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ ഈ സർക്കാരിൽ ഈ സർക്കാർ നയിക്കുന്ന ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക്, അവർക്ക് ഈശ്വരവിശ്വാസമില്ലാത്തവരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചവരാണ്. ശബരിമല നടന്ന ഈ പ്രക്ഷോഭത്തിനെതിരെ നമ്മുടെ ഭക്തജനങ്ങളെ അടിച്ചമർത്തിയവരാണ്. കോടതി പോലും ആവശ്യപ്പെടാത്ത തരത്തിൽ ഈ റെസ്ട്രിക്റ്റഡ് ഏജിലുള്ള യുവതികളെ പോലീസ് സംരക്ഷണത്തിൽ വേഷം മാറ്റി അവിടെ കടത്തിക്കൊണ്ടുവന്നവരാണ്. നിരന്തരമായിട്ട് സനാതനധർമ്മത്തെ എതിർക്കുന്നവരാണ്. ശബരിമലയിൽ പോലും എത്തുന്ന ദേവസ്വം മന്ത്രി, ഇടതുപക്ഷക്കാരനായ ദേവസ്വം മന്ത്രി, ഈ ഭക്തജനങ്ങളൊക്കെ അവിടെ തൊഴുമ്പോൾ അദ്ദേഹം കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഇതിനു മുമ്പുള്ള ദേവസ്വം മന്ത്രിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പകർന്നു കൊടുത്ത തീർത്ഥം കൈ കഴുകാനാണ് ഉപയോഗിച്ചത്. ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി തന്നെ ശബരിമല അയ്യപ്പനെക്കുറിച്ച് എത്ര വികൃതമായ രീതിയിലാണ് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് വീണ്ടും ആവർത്തിക്കുന്നത് തന്നെ ശരിയല്ല എന്നുള്ളതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത് നൈഷ്ഠിക ബ്രഹ്മചാരിയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുകയും അവിടെ പൂജ നടത്തുന്ന തന്ത്രിമാർ, ശബരിമല തന്ത്രിമാരെക്കുറിച്ച് വളരെ വളരെ മോശമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് ഇന്നും ആ വീഡിയോ ഒക്കെ പ്രചരിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട വ്യക്തികളുടെ മാഹാത്മ്യം അത് ശ്രീ ജയസൂര്യ വിശദീകരിച്ചു. ഞാൻ വീണ്ടും അത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇത് വിമർശിക്കാനല്ലാതെ ഇതിനെ നല്ലതായിട്ട് പറയാൻ എന്തുണ്ട്? ഇനി മറ്റൊരു വിഷയം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ അവർ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ കോടതി ചോദിച്ചപ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോ കേരള സർക്കാരിനോ എന്തിനു വേണ്ടിയാണ് ഈ സംഗമം നടത്തുന്നതിന് കൃത്യമായ ഉത്തരം പോലും ആദ്യത്തെ ദിവസം അവർക്ക് കൊടുക്കാൻ സാധിച്ചില്ല. പിന്നീട് അവർ ആലോചിച്ചിട്ടാണ് പല കാര്യങ്ങൾ പറയുന്നത്. രണ്ടാമത് ആരാണ് ഇതിന് പങ്കെടുക്കുന്നത് ചോദിച്ചപ്പോഴും വ്യക്തമായൊരു ഉത്തരം തുടക്കത്തിലുണ്ടായിരുന്നില്ല. പിന്നീട് അത് ആലോചിച്ചവർ പിന്നീട് കൊടുക്കുമായിരുന്നു. ഇതിനാരും ഇതിൻ്റെ ചെലവ് നടത്തുമെന്ന് വെച്ചപ്പോഴും അപ്പോഴും കേരള സർക്കാർ പറഞ്ഞു ഞങ്ങളല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഞങ്ങളല്ല, പിന്നെ ആര് നടത്തും, സംഗമത്തിൻ്റെ പണം ആര് ചെലവഴിക്കും? അപ്പോഴാണ് ഒരു പുതിയൊരു വാദമായിട്ട് വരുന്നത്, സ്പോൺസർഷിപ്പാണ്. ഇത്തരത്തിൽ ഇത് പ്രഖ്യാപിച്ച അന്ന് മുതൽ ഇന്ന് വരെ ദുരൂഹതകളാണ്. എന്തിനു വേണ്ടിയാണെന്ന് നടത്താൻ പോകുന്നവർക്ക് വരെ വ്യക്തതയില്ലാത്തൊരു സംഗമം, ഒരു കാരണവശാലും ഭക്തിയുടെ ലെവലേശം ഇല്ലാത്തവർ നടത്തുന്ന ഒരു സംഗമം,
നിരന്തരം ഭക്തിപ്രസ്ഥാനത്തെയും സനാതർമ്മത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി നിരത്തുകൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക. ഗണപതി മിത്താണെന്ന് പറഞ്ഞ സ്പീക്കർ ഉൾപ്പെടുന്ന ഈ പ്രസ്ഥാനമാണ് ഇന്ന് ഗണപതി കോവിലിൻ്റെ മുന്നിൽ ഇത്തരം ഒരു സംഗമം കൊണ്ടുവരുന്നത്. ഇത്തരത്തിൽ ധാരാളം വിഷയങ്ങളാണ് പറഞ്ഞാൽ തീരത്ത. ഇതെല്ലാം നമ്മൾ ഇന്ന് നമ്മുടെ ജനശ്രദ്ധയിലുണ്ട്. മാധ്യമങ്ങളിൽ കൂടെ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് അതിന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റു ചില കാര്യം കൂടെ ഞാൻ പറയാം. ഇപ്പോൾ കോടതിയുടെ ഈ അവസാന ഉത്തരവിൽ തന്നെ നമുക്കറിയാം വളരെയധികം റെസ്ട്രിക്ഷൻസ് കോടതി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ട് ആണ് ഈ ഭക്തജനങ്ങൾ ഇതിനെ വിമർശിക്കുന്നത്, അതല്ലെങ്കിൽ കുറേയധികം ആളുകൾ എതിർക്കുന്നു എന്നുള്ളത് ആ കോടതി പറഞ്ഞ റെസ്ട്രിക്ഷൻ തന്നെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അവർ പറയുന്നതെന്ന് വെച്ചാൽ പമ്പ വളരെ പുണ്യമായ ഒരു സ്ഥലമാണ്, ഇറ്റ്സ് എ സീക്രട്ട് പ്ലേസ്. അവിടെ നിങ്ങളുടെ ഈ സംഗമം കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, അതിന് അത്തരത്തിലൊന്നും അവിടെ സംഭവിക്കാൻ പാടില്ല. വളരെ ഫ്രജൈലായിട്ടുള്ള സ്ഥലമാണ്, പരിസ്ഥിതി ലോല പ്രദേശമാണ്. അവിടെ ഒരുക്കുന്ന സ്ട്രക്ചർ അതുപോലെ ഉള്ളതായിരിക്കണം. പെർമനൻറ്റ് സ്ട്രക്ചറോ അല്ലെങ്കിൽ അവിടെ ഈ നദീതടത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലോ പ്രകൃതിക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന തരത്തിലോ പാടില്ല. അവിടെ ഭക്തജനങ്ങൾ ധാരാളം വരുന്ന സമയമാണ്. നിങ്ങൾ VIP-കളെയും അത്തരം ആളുകളെയും മുഖ്യമന്ത്രി ഉൾപ്പെടെ ഒന്നും തന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. വരുമ്പോൾ ഒരു കാരണവശാലും ഈ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഒരു പ്രക്രിയ, ഈ സംഗമം അവിടെ നടക്കുന്നത് കൊണ്ട് അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് ഒരു കോട്ടവുമോ അല്ലെങ്കിൽ ഒരു കുറവോ വരാൻ പാടില്ല. വളരെ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. അപ്പോൾ ഇതെല്ലാം ഭക്തജനങ്ങളുടെ ഉള്ളിലുള്ള ആശങ്കയാണ്. കോടതി ഇതിനെയെല്ലാം കണക്കാക്കിക്കൊണ്ട് അത്തരത്തിൽ അവിടെ ഈ തരത്തിലുള്ള ഒന്നും സംഭവിക്കാൻ പാടില്ല, പൂർണ്ണമായിട്ട് പരിരക്ഷയുടെ ശബരിമലയുടെ സുരക്ഷയും പരിരക്ഷയും ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുകയും ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലാകണമെന്ന് പറയുമ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ ഒഴിഞ്ഞു കിട്ടി. അപ്പോൾ അവർ മുമ്പ് ഒരുക്കിയിരുന്ന പല കാര്യങ്ങളും തീരുമാനത്തിന് അതീതമായി. പിന്നെ ഇപ്പം തന്നെ അദ്ദേഹം ശ്രീ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ സിൽവർ കാർഡ് എന്തൊക്കെയോ കാർഡിൻ്റെ കാര്യം പറയുന്നുണ്ട്. ആര് ചോദിച്ചു, ആര് പറഞ്ഞു എന്നുള്ളത്. നമ്മളതെല്ലാം അങ്ങ് മാറ്റി വെച്ചിട്ട് ഈ കോടതി വിധിയിൽ ആ വിഷയം പറയുന്നുണ്ട്. അവർ കാർഡിൻ്റെ കാര്യമല്ല പറയുന്നത്. പക്ഷേ അവിടെ എത്തുന്ന അവിടെ ധനം നൽകിയോ അല്ലെങ്കിൽ VIP ഭരണം നൽകി വരുന്നതോ ആയിട്ടുള്ള ആളുകൾക്ക് യാതൊരുവിധ പ്രത്യേക പരിഗണനയും നൽകാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കോടതി പറയുന്നത്? കോടതി വെറുതെ ശൂന്യതയിൽ നിന്നെടുത്ത് സൃഷ്ടിച്ചൊരു വിഷയമല്ലല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് ആ ചോദ്യം ഇപ്പോൾ ഇനിയും ചോദിക്കേണ്ട കോടതിയോടാണ്. നിങ്ങൾക്ക് ഇത് എവിടെ നിന്ന് കിട്ടി? ഈ കേരള സർക്കാർ അല്ലെ ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ അവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് അല്ലെങ്കിൽ അവിടെ സാമ്പത്തിക സഹായം നൽകുന്നവർക്ക് അല്ലെങ്കിൽ VIP-കൾക്ക് അത്തരം ആളുകൾക്ക് ഒരു പരിഗണനയും പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ നൽകാൻ പാടില്ല എന്ന് പറഞ്ഞ കോടതിയോടാണ് ഇനി അദ്ദേഹം അത് ചോദിക്കേണ്ടത്, അല്ല ശ്രീ ജയസൂര്യയോടല്ല എന്നാണ് അക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പം ഇതിന് ഏറ്റവും അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇവർ പറയുന്ന വികസനമാണ്. നമ്മൾ വികസനത്തിന് അനുകൂലം, ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആരും വികസനത്തിനെതിരല്ല. നമ്മൾ വികസനത്തിന് വേണ്ടി എത്രത്തോളം കാര്യങ്ങൾ ഇതിനകത്ത് ആദ്യത്തെ 1995 സത്യാനന്ദ സരസ്വതി സ്വാമിയുടെ നേതൃത്വത്തിൽ പന്തളം കൊട്ടാരത്തിൽ വെച്ച് കേരളത്തിലെ അന്നത്തെ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളും ഭക്തജനങ്ങളും ഭക്തിപ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുള്ളവരും ഹൈന്ദവ സംഘടനാ നേതൃത്വവും സന്യാസി വര്യന്മാരും പന്തളം കൊട്ടാരവും ഉൾപ്പെടെ അവർ രൂപീകരിച്ച ഒരു മാസ്റ്റർ പ്ലാനുണ്ട്. ഹരിവരാസനം പദ്ധതി എന്നാണ് എനിക്ക് പറയാം. അത് സമർപ്പിച്ചു സർക്കാരിന്. അപ്പോൾ ഈ വികസനത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആരാണ്? ഇടതുപക്ഷ സർക്കാരാണോ? അല്ല. ഇത്തരം വളരെ നല്ല രീതിയിൽ, അതായത് ആചാരപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനങ്ങൾക്കോ പാരമ്പര്യത്തിനോ ശബരിമലയ്ക്കോ പരിസ്ഥിതിക്കോ ഒന്നും കോട്ടം വരാത്ത തരത്തിൽ സംക്ഷിപ്തമായ രീതിയിൽ അവിടെ സ്വയം ചെന്ന് പരിചയമുള്ള ആളുകളായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ ഭക്തജനങ്ങളുടെ ആളുകളുടെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് എല്ലാം കണക്കാക്കിക്കൊണ്ട് തയ്യാറാക്കിയ ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു ഈ ഹരിവരാസനം പദ്ധതി. അത് നടപ്പാക്കിയോ? ഇപ്പോൾ ഇവർ പറയുന്ന വികസനം ഈ ശബരിമലയിൽ കയറിയിട്ടുണ്ടോ ഈ പറഞ്ഞ മുഖ്യമന്ത്രി? അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? അതല്ലെങ്കിൽ അവിടെ ഇരിക്കുന്നവർ ഈ ശബരിമലയിലെ യഥാർത്ഥ ഭക്തന്മാരാണോ? അതല്ലെങ്കിൽ കല്ലും മുള്ളും ചവിട്ടി നിരന്തരം യാത്ര ചെയ്ത് അവിടെ എത്തുന്നവരാണോ? ഈ വ്രതശുദ്ധിയോടുകൂടി ശബരിമലയിൽ 18 പടി കയറിയിട്ടുള്ളവരാണോ ഇവരാരെങ്കിലും ഒരാൾ? അപ്പോൾ ഇവരെങ്ങനെയാണ് നിശ്ചയിക്കുക ഈ വികസനം അവിടെ എന്താണ് വേണ്ടതെന്നുള്ളത്? അവിടെ അടിസ്ഥാന വികസനത്തിൻ്റെ ആവശ്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരാണ് ഇവിടുത്തെ ഹിന്ദു സമാജം, അതുപോലെ ഭക്തജനങ്ങൾ, ധാരാളം ആളുകൾ. അവരെല്ലാം ഇതിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ വികസനം എന്ന് പറയുമ്പോൾ വികസനത്തിന് അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാനുള്ള ഒരാളെ പോലും അതിനകത്ത് പങ്കെടുപ്പിക്കാതെ ശബരിമലയിലെ ഭക്തജനങ്ങളല്ലാത്തവർ, ശബരിമലയിൽ പോയിട്ടില്ലാത്തവർ, എവിടെയോ തിരുവനന്തപുരത്തിരുന്ന് പാർട്ടി ഓഫീസിലിരുന്ന കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ട് വികസനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. എന്ത് അടിസ്ഥാനരഹിതമായ കാര്യമാണിത്? ഇത് ആരോടാണ് ഇതിൽ പറയുന്നത്? വളരെ സങ്കടമുണ്ട് ഈ കാര്യം.
ഇത് ഭക്തജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് കേൾക്കുന്നവർ വിഡ്ഢികളാണെന്ന് ധരിക്കരുത്. അപ്പോൾ വികസനത്തിനെക്കുറിച്ച് ഇവർക്ക് എന്തറിയാം? ഇനിയും അടുത്ത കാര്യം, ഇവിടെ വരുന്ന ആളുകൾ ഈ പറഞ്ഞ ഈ ശബരിമല ഇവർ ആഗോള സംഗമത്തിൽ അവർ വിളിച്ചിരിക്കുന്നവർ വിദഗ്ധന്മാരാണോ? അതുപോലെ ആചാര്യന്മാർ ഒരാളെ വിളിച്ചിട്ടുണ്ടോ? ഇത് കോടതിയിൽ വരെ ചൂണ്ടിക്കാണിച്ച വിഷയമാണ്. അപ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ആ വികസനത്തിന് അനുസൃതമായിട്ട് അവിടെ ചില നിർദ്ദേശങ്ങൾ വെക്കാൻ സാധിക്കുന്നവരാണോ? ഇനി അതുമല്ല, മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ വികസനത്തിന് വേണ്ടി കോടാനുകോടി രൂപ ചെലവഴിച്ച് 2003 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം IL&FS എന്ന് പറഞ്ഞൊരു കമ്പനിയെ കൊണ്ട് വളരെ ദീർഘമായ രീതിയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറായിട്ടുണ്ട്. ഇറ്റ്സ് റണ്ണിങ് ഇൻ ടു സോ മെനി പേജസ്. വളരെ ഡീറ്റെയിൽ അനാലിസിസ് നടത്തിയിട്ടുണ്ട്. വളരെ ശാസ്ത്രീയമായ രീതിയിൽ അവലോകനം ചെയ്തിട്ടുണ്ട് 2003. 2008 കേരള നിയമസഭയിൽ ചർച്ച ചെയ്യുകയും കേരള സർക്കാർ അത് പാസ്സാക്കുകയും ചെയ്തിട്ടൊരു മാസ്റ്റർ പ്ലാനാണ്. അതെന്ത് പറ്റി? അപ്പോൾ ഈ സുപ്രീം കോടതി ആവശ്യപ്പെട്ട പ്രകാരം IL&FS എന്ന് പറഞ്ഞ കമ്പനിയെ കൊണ്ട് അവർ വിദഗ്ധന്മാരാണ് ഈ കാര്യത്തിൽ. കേരള സർക്കാരിൻ്റെ പല പ്രോജക്റ്റുകൾ ഇപ്പോഴും IL&FS ആയിരുന്നു ഈ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതൊക്കെ നമുക്കൊക്കെ അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള വിദഗ്ധ സമിതിയെ കൊണ്ട് തയ്യാറാക്കിയ ബൃഹത്തായ ഒരു റിപ്പോർട്ട് മുന്നിലിരിക്കുമ്പോൾ ഈ പറഞ്ഞ ഒരു അയ്യപ്പ സംഘം നടത്തി പമ്പയുടെ തീരത്ത് 3 മണിക്കൂർ ഇരുന്നിട്ടാണോ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്? ആരോടാണ് ഇവർ പറയുന്നത്? എന്തുകൊണ്ട് ഈ വികസനത്തിന് ഈ റിപ്പോർട്ട് നടപ്പാക്കിയില്ല? കേന്ദ്ര സർക്കാർ പലവരും ഈ ശബരിമലയുടെ പല കാര്യങ്ങൾക്ക് വേണ്ടി കേരള സർക്കാർ അല്ല ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതനുസരിച്ച് തുക അനുവദിച്ചിട്ടുണ്ട്. 2022 100 കോടി രൂപ കേന്ദ്ര സർക്കാർ അനുവദിച്ചു. അതെന്തിനു വേണ്ടിയായിരുന്നു? പമ്പയിലെ മാലിന്യം നമുക്കറിയാം. പമ്പ തെക്കൻ ഗംഗയാണെന്ന് പറയുന്ന പമ്പ പരിശുദ്ധിയോടെ നിലനിർത്തണമെന്നുള്ള ഉദ്ദേശം നമുക്കെല്ലാം ഉണ്ടെങ്കിലും അത് സാധിക്കുന്നില്ല. കാരണം അവിടെയുള്ള ഹോട്ടലിൽ നിന്നുള്ള മാലിന്യം, മറ്റ് മാലിന്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അത് തടയപ്പെടേണ്ടതല്ലേ? അതിനുവേണ്ടി കേന്ദ്ര സർക്കാർ പമ്പയിലെ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടും ശുദ്ധജല വിതരണത്തിന് വേണ്ടിയിട്ടും ഈ പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പാത അത് വേണ്ട തരത്തിൽ ഭക്തജനങ്ങൾക്ക് സുരക്ഷിതമായ രീതിയിൽ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒരുക്കാൻ വേണ്ടിയിട്ട് 100 കോടി രൂപ അനുവദിച്ചിട്ട് 2023 ഡിസംബർ അവസാനത്തോടുകൂടി അതിൻ്റെ പീരീഡ് കഴിയുകയാണ്. അത് 22 കോടി രൂപ മാത്രം ഉപയോഗിച്ചു. അതിന് 78 കോടി രൂപ ലാപ്സാക്കി. അപ്പോൾ സാമ്പത്തിക പ്രശ്നമാണെന്ന് ഇവർ പറയുന്നത് അർത്ഥമില്ല. കാരണം ഈ പൈസ കയ്യിൽ വന്നിട്ട് പോലും ഉപയോഗിച്ചില്ല. മാത്രമല്ല കേന്ദ്ര സർക്കാർ പറഞ്ഞത് ഈ 100 കോടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ ബാക്കി ഇനിയുമുള്ള പ്രൊജക്റ്റിന് പൈസ അനുവദിക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്നേ ദിവസം വരെ ആ തുകയുടെ ഒരു വിവരം അവർ കൊടുത്തിട്ടില്ല, ലാപ്സാക്കി. ഇനി 22 കോടി ഉപയോഗിച്ചത് എന്തിനാണ്? ഈ പറഞ്ഞ ഒരു കാര്യത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അവിടെ മാലിന്യജലത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിന് ഒന്നും ചെയ്തിട്ടില്ല. ഈ ശബരി നമ്മുടെ സന്നിധാനത്ത് തന്നെ മാലിന്യ പ്രശ്നമുണ്ട്. അതിനുവേണ്ടി ഒരു പ്ലാന്റ് നിർമ്മിച്ച് എത്രയോ നാളായി. ഇന്നും അവിടെ മാലിന്യ സംസ്കരണം വേണ്ട തരത്തിൽ നടക്കുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ പമ്പയിലേക്ക് ഒഴുകിയെത്തുന്ന മാലിന്യം ഇപ്പോഴും പല മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയോ കുഴലുകളാണ് ഈ പമ്പയിലേക്ക് വന്ന് എൻഡ് ചെയ്യുന്നതും അവിടത്തേക്ക് പുറത്തേക്ക് തള്ളിവിടുന്ന മാലിന്യമൊക്കെ വീഡിയോകൾ ധാരാളം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ അവർ വിരിച്ചെന്ന് പറയുന്ന ഈ പറഞ്ഞ പമ്പയിൽ നിന്നും സന്നിധാനം വരെയുള്ള പാതയിൽ കല്ല് വിരിച്ചു. അശാസ്ത്രീയമായ രീതിയിലായിരുന്നു. എല്ലാ സീസൺ സമയത്തും എത്രയോ പേരാണ് തെന്നി വീഴുന്നത്. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പാത പള്ളത്ത് ഇളകി കിടക്കുകയാണ്. അതുപോലെ തന്നെ പാത നിർമ്മിച്ചപ്പം ഈ സൈഡിലുണ്ടാകുന്ന കൈവരികൾക്ക് വേണ്ട ഉയരം കൊടുത്തില്ല. ഈ കൈവരികൾ പഴയ സ്ഥലത്തു നിന്ന് പാത പൊങ്ങിയപ്പോൾ നമ്മൾ പിടിച്ച് നടക്കാൻ പറ്റുന്നില്ല. പാതയുടെ ഇരുവശങ്ങളിലുണ്ടായിരുന്ന വിശ്രമത്തിനുള്ള ബെഞ്ചുകൾ അപ്രത്യക്ഷമായി. ഈ പാതയിലുണ്ടായിരുന്ന ഈ ഓക്സിജൻ ജനറേറ്ററുകൾ അത്തരത്തിൽ ഈ ശാസ്ത്രീയ വൈദ്യസഹായം നൽകാനുള്ള പദ്ധതികൾ വളരെ ശോഷിച്ചു. വളരെ മോശമായ രീതിയിലാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം. ഈ ഏതാനും ഒരു 4 മാസം മുമ്പ് ഈ പമ്പയിൽ തൊട്ടടുത്ത് ഈ ദേവസ്വം ബോർഡ് നേതൃത്വത്തിൽ അവർ കൊടുത്തിരിക്കുന്ന വാട്ടർ കയോസ്കുകളുണ്ട്. ഭക്തർക്ക് ദാഹജലം നൽകുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന കയോസ്കുകളിൽ ഒരമ്മ ഇവിടെ ആന്ധ്രാപ്രദേശ് തെലങ്കാനയിൽ നിന്ന് വന്നൊരമ്മ അവർ ദാഹജലം കുടിക്കാനായിട്ട് അവർ ആ പൈപ്പിലേക്ക് തൊട്ടു, ഷോക്കടിച്ച് പടഞ്ഞു വീണ് മരിച്ചു. നമ്മുടെ മുന്നിലുള്ള വിഷയമാണ്. അത്രത്തോളം അശ്രദ്ധയും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് വികസനത്തിന് പറയുന്ന ആളുകൾ ദാഹജലത്തിന് വേണ്ടി കൈ നീട്ടി ഒരു പൈപ്പിലേക്ക് തൊട്ടാൽ ഷോക്കടിച്ച് വീഴുന്ന വികസനമാണ് ഇവരുടേത്. അപ്പോൾ ആ അമ്മയ്ക്ക് നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഈ തെലങ്കാനയുള്ള വളരെ നിർധന കുടുംബത്തിലാണ്. ആ കുടുംബത്തിൻ്റെ ഇതിൻ്റെ പേരിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളുമായിട്ട് ബന്ധപ്പെടുകയും ഈ സർക്കാരിനെയും ദേവസ്വം നിരന്തരം ബന്ധപ്പെട്ടിട്ട് അവരൊരു നയാ പൈസ പോലെ ഒരു കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല ഇന്ന് വരെ. അപ്പം ഞാൻ പറഞ്ഞത് വികസനത്തിൻ്റെ കാര്യം പറയുമ്പോൾ അതിനുള്ള മാസ്റ്റർ പ്ലാൻ, വളരെ വൃഹത്തായ മാസ്റ്റർ പ്ലാൻ മുന്നിലുണ്ട്.
അല്ലാതെ ഈ 3 മണിക്കൂർ കൂടുന്ന സംഗമത്തിൽ ആ ഡീറ്റെയിൽ ഞാൻ കണ്ടു. സംഗമത്തിൻ്റെ കാര്യപരിപാടി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എത്ര സമയമുണ്ട് ഇവർ ചർച്ച ചെയ്യാനെന്നുള്ളത് വളരെ നമുക്ക് കാണാൻ മനസ്സിലാവും. അത്ര ഒരു ചെറിയ സമയം കൊണ്ടാണോ ഈ വർഷങ്ങളെടുത്ത് വളരെ ബൃഹത്തായ റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു കമ്പനി അല്ലെങ്കിൽ അത് നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോൾ അതൊന്നും അല്ല പ്രശ്നം. ഇവിടെ ഒരു സംഗമം നടത്തി 1 മണിക്കൂർ ചർച്ച ചെയ്തിട്ടാണ് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ആരെ കളിപ്പിക്കാനാണ്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നമാണ്. അതുകൊണ്ട് ഇതിൽ പരം എന്താണ് വേണ്ടത്? ഏതെങ്കിലും ഒരു പോസിറ്റീവ്നെസ് നമുക്കിവിടെ കാണാനുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംഗമത്തിൻ്റെ വികസനത്തിനുള്ള കാര്യത്തിലായാലും ശരി, അതല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് അനുകൂലമാണെന്നുള്ള കാര്യത്തിലായാലും ശരി, അതിലൊന്നും നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് ഇതിനകത്തൊന്നും കാണുന്നില്ല. എന്തായാലും ഞാൻ വീണ്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് നല്ല കാര്യത്തിലാണ് വികസനമെങ്കിൽ അത് നടക്കട്ടെ. പിന്നെ അവസാനമായിട്ട് ഞാൻ പറയുന്നത് ഇതെല്ലാം ചെയ്തു. ഇപ്പോൾ ഡയമണ്ട് ജൂബിലി ആണെന്ന് പറയുന്നു, അങ്ങനെ ഒരു വാദമുണ്ട് ദേവസ്വം ബോർഡ്. അതെന്തുകൊണ്ട് പമ്പയിൽ 1200-ൽ പരം ക്ഷേത്രങ്ങളുള്ള ദേവസ്വം ബോർഡിന് വിശാലമായ ഈ എന്താ പറയുക സ്ഥലങ്ങളുള്ള എത്രയോ ക്ഷേത്രങ്ങളാണ് കേരളത്തിൽ അവരുടെ കീഴിലുള്ളത്. ഈ പരിമിതമായ സൗകര്യങ്ങളുള്ള പമ്പയിൽ, പരിസ്ഥിതിലോലമായ പമ്പയിൽ എന്തിനാണ് നടത്തുന്നത്? അതുമാത്രമല്ല, ശബരിമലയുടെ പൂങ്കാവനത്തിൻ്റെ ഭാഗം ഭക്തജനങ്ങൾ വരുന്ന സമയം അവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു ഡയമണ്ട് ജൂബിലി ആഘോഷിക്കാനാണെങ്കിൽ അത് വേറെ എത്ര സ്ഥലമുണ്ട്? അത് കോടതി തന്നെ അതിൽ പരാമർശം നടത്തിയിട്ടുണ്ട്.